ഹായ് എല്ലാ കൂട്ടുകാർക്കും വിദ്യാ പ്ലസിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മുടെ ക്രിസ്മസ് എക്സാം അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ ആൻസർ കീയുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എക്സാം എളുപ്പമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്ന എക്സാമിൽ ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്ന് പറയണം കേട്ടോ. അതേപോലെ തന്നെ ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഓടിച്ച് നിന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണം കേട്ടോ. അപ്പോൾ നോക്കിയാലോ, ഫസ്റ്റ് വൺ എന്താണ്? നമ്മുടെ ഊർജ്ജതന്ത്രം അല്ലെങ്കിൽ ഫിസിക്സ് ആണ് അല്ലേ. അപ്പോൾ നോക്കിയാലോ ഏതൊക്കെയാണ് ആൻസർ എന്ന് പെട്ടെന്ന് നോക്കിപ്പോവാം കേട്ടോ. ഒന്നാം പദജോടിയിലെ ബന്ധം മനസ്സിലാക്കി രണ്ടാം പദജോടി പൂരിപ്പിക്കുക. ഫസ്റ്റ് വൺ ഏതാ കൊടുത്തേക്കുന്നത്? സമ്പർക്ക ബലം. സമ്പർക്ക ബലം എന്ന് പറയുന്നത് ഏതാണ്? ഹർഷണ ബലമാണ്. സമ്പർക്കരഹിത ബലം എന്ന് പറയുന്നത് ഇവിടെ ഗുരുത്വാകർഷണ ബലവും കൊടുക്കാം, കാന്തിക ബലം കൊടുക്കാം കേട്ടോ. ഏത് കൊടുത്താലും ശരിയാണ് കേട്ടോ. കാന്തിക ബലം കൊടുക്കാം, ഗുരുത്വാകർഷണം കൊടുത്താലും തെറ്റില്ല. ഗുരുത്വാകർഷണ ബലവും കൊടുക്കാവുന്നതാണ് കേട്ടോ. ഗുരുത്വാകർഷണ ബലം. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലേ. ഒരു ബാർ കാന്തത്തിനെ തൂക്കിയിട്ടിരിക്കുന്ന രണ്ട് ഇരുമ്പാണികളുടെ ചിത്രം നിരീക്ഷിക്കുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഇരുമ്പാണിയുടെ ചിത്രം നൽകിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് എന്താ ചോദിച്ചേക്കുന്നത്? എ ഉത്തര ധ്രുവമാണ്. എ എന്ന് പറയുന്നത് ഉത്തര ധ്രുവമാണ്. ബി എന്ന് പറയുന്നത് ബിയും ഉത്തരധ്രുവമാണ്. ബിയും ഉത്തരധ്രുവമാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അത് ശരിയാണ്. ഇത് ഒരു സൈഡിലാണ് കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് അത് എന്താവാനുള്ള ചാൻസ് ഉണ്ട്? രണ്ടും ഉത്തരധ്രുവമാവാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ രണ്ടും എന്ത് ധ്രുവമാവാനുള്ള ചാൻസ്? ദക്ഷിണ ധ്രുവമാവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏതൊക്കെയാണ് ശരിയെന്ന് പറയുന്നത്? 1ഉം 3ഉം ഇതിൽ ശരിയാണ് കേട്ടോ. 1ഉം 3ഉം ഏതാണ്? ആൻസർ ബി ആണ് അല്ലേ. ആൻസർ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ചുവടെ നൽകിയിരിക്കുന്ന രേഖാചിത്രത്തിന് പതനകോൺ എത്രയായിരിക്കും? അപ്പോൾ ഇതിൽ ചുവടെ നൽകിയിരിക്കുന്നതിൽ പതനകോൺ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ പതനകോൺ എന്ന് വെച്ചാൽ ഏതാണ്? ഇതാ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഈ കോണിനെയാണ് നമ്മൾ എന്ത് കോൺ എന്ന് പറയുന്നത്? പതനകോൺ എന്ന് പറയുന്നത്. അപ്പോൾ പതനകോൺ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും കേട്ടോ. എത്ര ഡിഗ്രി ആയിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. അതെങ്ങനെ 40 കിട്ടിയെന്ന് വെച്ചാൽ ഇവിടെയുള്ള ആംഗിൾ എത്രയാണ്? 50 ആണ്. സോ ഇവിടെയുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 50 ആയിരിക്കും കേട്ടോ. ഈ ഭാഗം മൊത്തമായിട്ട് 90 ഡിഗ്രി ആയിരിക്കും. ഈ ഭാഗം മൊത്തമായിട്ട് എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതിൽ 50 എന്ന് പറയുന്ന പോർഷൻ ഇപ്പുറം തന്നിട്ടുള്ളതുകൊണ്ട് ഈ കോണും എത്ര തന്നെയായിരിക്കും? 50 തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ 90-ൽ നിന്ന് എത്ര മൈനസ് ചെയ്താൽ മതി? 50 മൈനസ് ചെയ്താൽ അവിടെയുള്ള ആംഗിൾ കിട്ടുന്നതായിരിക്കും. അവിടെയുള്ള ആംഗിൾ എത്രയാണ്? 40 ഡിഗ്രിയാണ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് അന്തരീക്ഷ മർദ്ദത്തിൻ്റെ യൂണിറ്റ് കണ്ടെത്തി എഴുതുക. ഇത് എത്രാമത്തെ ക്വസ്റ്റ്യനാണ്? 4ാമത്തെ ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ ഏതാണ്? ബാറാണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവേ. ഒരു പദാർത്ഥത്തിൻ്റെ യൂണിറ്റ് വ്യാപ്തത്തിൽ അടങ്ങിയിരിക്കുന്ന മാസാണ് സാന്ദ്രത. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി എ ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. പരസ്പരം കലരാത്ത എ ബി എന്നീ രണ്ട് ദ്രാവകങ്ങളുടെ സാന്ദ്രത യഥാക്രമം 750ഉം 1140ഉം ആകുന്നു. അപ്പോൾ എത്രയൊക്കെയാണ്? 750ഉം അതേപോലെ 1440ഉമാണ്. ഇവ രണ്ടും ഒരു പാത്രത്തിൽ ഒഴിച്ചാൽ ഏത് ദ്രാവകമായിരിക്കും മുകളിൽ കാണുക? അപ്പോൾ പറഞ്ഞേക്കുന്ന കാര്യം എന്താ വെച്ചാൽ പരസ്പരം കലരാത്ത സാധനങ്ങളാണ്. എയും ഉണ്ട് ബിയും ഉണ്ട്. ഒന്നാമത്തെ സാന്ദ്രത 750ഉം രണ്ടാമത്തെ എത്രയാണ്? 1140ഉമാണ് അല്ലേ. അപ്പോൾ ഇവര് രണ്ടും കൂടെ ഒന്നിച്ചൊരു പാത്രത്തിൽ ഒഴിച്ചാൽ ഏത് ദ്രാവകമാണ് മുകളിൽ കാണുക? ഇവിടെ സാന്ദ്രത കുറഞ്ഞ ആളെന്ന് വെച്ചാൽ ആരാണ്? നമ്മുടെ ദ്രാവകം എ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ മുകളിൽ കാണുന്ന ഏതായിരിക്കും? ദ്രാവകം എ ആയിരിക്കും മുകളിൽ കാണുന്നത്. പെട്രോളിന് തീ പിടിച്ചാൽ ഒരിക്കലും വെള്ളം ഉപയോഗിച്ച് അണയ്ക്കാൻ ശ്രമിക്കരുത്. കാരണം എന്താണ്? പെട്രോളിന് സാന്ദ്രത കുറവായതിനാൽ ജലം അതിന് മീതെ വരുമ്പോൾ എന്താണ്? വായുവുമായി സമ്പർക്കം ഒഴിച്ചാൽ തീ കെടുത്താൻ കഴിയില്ല. അപ്പോൾ മീതെ വരുന്നു അല്ലേ. നമ്മൾ പെട്രോളിന് സാന്ദ്രത കുറവാണ്, അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ എന്താ ഒഴിക്കുന്നത്? വെള്ളമാണ്. അപ്പോൾ വെള്ളത്തിന് പെട്രോളിനേക്കാളും എന്ത് കൂടുതലാണ്? സാന്ദ്രത കൂടുതലാണ്. അപ്പോൾ എന്താണ്? അതുകൊണ്ട് വായുവുമായിട്ട് സമ്പർക്കം ഒഴിവാക്കി തീ അണയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യില്ല? കഴിയില്ല കേട്ടോ. അപ്പം ജസ്റ്റ് നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി. പെട്രോളിന് വെള്ളത്തിനേക്കാളും സാന്ദ്രത കുറവാണ്. പെട്രോളിന് വെള്ളത്തിനേക്കാൾ സാന്ദ്രത കുറവാണ്. വെള്ളത്തിനേക്കാൾ സാന്ദ്രത കുറവാണ് കേട്ടോ. അതുകൊണ്ടാണ് അത് കെടാത്തത്.
അടുത്ത ആറാമത്തെ ക്വസ്റ്റിനിലോട്ട് പോവാം കേട്ടോ. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. പ്രവേഗമാറ്റത്തിന്റെ നിരക്കാണ് ത്വരണം എന്ന് പറയുന്നത്. ശരിയാണ് അല്ലേ? പ്രവേഗമാറ്റത്തിന്റെ നിരക്കാണ് എന്തെന്ന് പറയുന്നത്? ത്വരണം. വൃത്തപാതയിലുള്ള സമവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന് ത്വരണം ഉണ്ടായിരിക്കുമോ? നിങ്ങളുടെ ഉത്തരം എഴുതുക. ഇതിന് ത്വരണം ഉണ്ടായിരിക്കുമോ ഇല്ലയോ? ഏത് പാതയിലാണ് പോകുന്നത്? വൃത്തപാതയിലാണ്. അപ്പോൾ അത് പ്രത്യേകം അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇല്ല. കാരണം എന്താണ്? ദിശ മാറുന്നതിനാൽ. ദിശ മാറുന്നില്ലേ? വൃത്തപാതയിലാകുമ്പോൾ ദിശ മാറ്റല്ലേ? അപ്പം ദിശ മാറുന്നതിനാലാണ് കേട്ടോ. മാറുന്നതിനാൽ, ദിശ മാറുന്നതിനാൽ. അടുത്തത് ബി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 30 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാറ് 5 സെക്കൻഡ് കൊണ്ട് നിശ്ചലാവസ്ഥയിലെത്തിയാൽ ഇതിൻ്റെ ത്വരണം എന്തായിരിക്കും? അപ്പോൾ നമ്മൾ ത്വരണം കണ്ടുപിടിക്കാൻ പ്രത്യേക ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ ഏതായിരുന്നു ഇക്വേഷൻ എന്ന് പറയുന്നത്? A = V - U ആണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കണം, ഇവിടെ എത്രയായിരുന്നു പറഞ്ഞേക്കുന്നത്? ആദ്യം ഈ കാർ എത്ര വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്? 30 മീറ്റർ/സെക്കൻഡിലാണ് അല്ലേ? അപ്പോൾ നമുക്കത് ഗ്രാൻഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ത്വരണം കാണാൻ A = V - U/T എന്നാണ് ഇക്വേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കാറ് സഞ്ചരിക്കുന്നത് 30 മീറ്റർ/സെക്കൻഡിലാണ്. അപ്പോൾ U എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യ പ്രവേഗം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് കാർ എത്ര മീറ്റർ/സെക്കൻഡിലാണ് സഞ്ചരിക്കുന്നത്? 30 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് എത്രയായിരിക്കും? U എന്ന് പറയുന്നത് 30 ആയിരിക്കും. ഇനി അടുത്ത പറഞ്ഞേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാറ് എന്ത് ചെയ്യുന്നുണ്ട്? കാറ് കുറച്ച് കഴിയുമ്പോൾ നിശ്ചലാവസ്ഥയിൽ എത്തുന്നുണ്ട് അല്ലേ? ഏതവസ്ഥയിൽ എത്തുന്നുണ്ട്? നിശ്ചലാവസ്ഥ, അല്ലെങ്കിൽ ഇത് റെസ്റ്റിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവേഗം എന്ന് പറയുന്നത് എത്രയായിരിക്കും മക്കളെ? 0 ആയിരിക്കും കേട്ടോ. ഇനി ടൈം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എത്ര സെക്കൻഡാണെന്ന് പറഞ്ഞേക്കുന്നത്? 5 സെക്കൻഡ് ആണെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എത്ര സെക്കൻഡാണെന്ന് പറഞ്ഞേക്കുന്നത്? 5 സെക്കൻഡ്. ഇനി നമുക്ക് ആൻസറിലോട്ട് കണ്ടുപിടിക്കാം കേട്ടോ. ഇത് 5 സെക്കൻഡ് ആണേ, 55 അല്ല, 5 സെക്കൻഡ് ആണ് കേട്ടോ. 5 രണ്ടും ഒരുപോലെ തോന്നുന്നുണ്ടല്ലേ? ഓക്കെ, 5 സെക്കൻഡ്. ഓക്കെ, നമുക്ക് ഓരോരുത്തരും അപ്ലൈ ചെയ്യാം കേട്ടോ. V എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 0 മൈനസ് അടുത്ത എത്രയാണ്? U എന്ന് പറയുന്നത് എത്രയാണ്? 30 ആണ് അല്ലേ? അപ്പോൾ 30/T എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. അപ്പോൾ എല്ലാവരെയും നമ്മുടെ ക്വസ്റ്റിനിലോട്ട് അപ്ലൈ ചെയ്തു. ഇനി 0യിൽ നിന്ന് 30 മൈനസ് ചെയ്താൽ എത്രയാണ് മക്കളെ? -30 ആണ്. -30 / എത്ര വരും? 5 എന്ന് വരും അല്ലേ? ശരിയാണോ? അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് കൂടെ ഇവിടെ കൊടുത്താൽ നല്ലതാണ് കേട്ടോ. ഇത് മീറ്റർ/സെക്കൻഡ് എന്ന് വരും. ഇവിടെ എന്ത് വരും? S എന്ന് വരും കേട്ടോ. ഇനി -30ൽ നിന്ന് 5 ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഹരിക്കുക. 30ൽ എത്ര പ്രാവശ്യം 5 ഉള്ളത്? 6 പ്രാവശ്യമാണ്. ഒരു മൈനസ് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഓൾറെഡി ഞാൻ അങ്ങോട്ട് എഴുതി കേട്ടോ. ഇനി എന്താണ് ഇതിൻ്റെ പ്രവേഗത്തിൻ്റെ പ്രവേഗമല്ല, ത്വരണത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ/സെക്കൻഡ്² ആണ്. സോ ഇത് അവിടെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്ത് ചെയ്തു? അവിടെ സെറ്റായി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആൻസർ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. ABC എന്നീ കോളങ്ങൾ ശരിയായി ചേർത്തെഴുതുക. അപ്പോൾ ശരിയായി ചേർത്തെഴുതിയാൽ മതി കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്? റെസിസ്റ്റിവിറ്റി. അതെന്താണ്? കാന്തശക്തി നിലനിർത്താനുള്ള കഴിവുണ്ട് കേട്ടോ. കാന്തശക്തി നിലനിർത്താനുള്ള കഴിവ് ഏതിനാണ് കൂടുതൽ? സ്റ്റീലിനാണ് അത് കൂടുതലുള്ളത്. അടുത്ത നോക്കിക്കേ, വശകത. വശകത ഏതാണ്? കാന്തവൽക്കരിക്കാനുള്ള കഴിവ്. ഓക്കെ, കാന്തവൽക്കരിക്കാനുള്ള കഴിവുണ്ട്. അത് ഏതിനാണ് കൂടുതൽ? പച്ചിരുമ്പിനാണത് കൂടുതലുള്ളത് കേട്ടോ. ജസ്റ്റ് ഇത് ഒന്ന് എഴുതിയെടുത്താൽ മതിയേ. അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം. അടുത്ത എത്രയാണ്? 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. ദർപ്പണങ്ങളുടെ മുഖ്യ ഫോക്കസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. ഇവയെ കോൺകേവ് ദർപ്പണം എന്നും കോൺവെക്സ് ദർപ്പണം എന്നിങ്ങനെ പട്ടികപ്പെടുത്തുക. അപ്പോൾ ഞാൻ ഇതിന് A, B എന്ന് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് വണ് A എന്ന് കൊടുക്കാം. ഫോക്കസ് യഥാർത്ഥമാണ്. ഫോക്കസ് യഥാർത്ഥം ആരുടെയാണ്? ഫോക്കസ് യഥാർത്ഥം കോൺകേവിൻ്റെയാണ് ഫോക്കസ് യഥാർത്ഥം കേട്ടോ. ഫോക്കസ് മിഥ്യയാണ്. അത് ആരുടെയാണ്? കോൺവെക്സിൻ്റെയാണ്. ഫോക്കസ് ദർപ്പണത്തിന് പിന്നിലായിട്ടാണുള്ളത്. അപ്പോൾ ദർപ്പണത്തിന് പിന്നിലായിട്ടുള്ളത് കോൺവെക്സിൻ്റെയാണ് കേട്ടോ. അപ്പോൾ C എന്ന് ഇവിടെ കൊടുക്കാം. ഇനി മുന്നിലായിട്ടുള്ളത് ആരുടെയാണ്? D എന്ന് പറയുന്ന പോയിന്റ്. ഇത് D എന്ന് ഞാൻ കൊടുത്തു കേട്ടോ. ഇത് C ആണ്, ഇത് B എന്ന് പറയുന്നത്. അപ്പോൾ ആരുടെയാണ്? കോൺകേവിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക? അതൊന്ന് എഴുതിയെടുക്കുക. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വൈദ്യുത കാന്തങ്ങൾ താൽക്കാലിക കാന്തങ്ങളാണ്. നിങ്ങൾ ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ? ഉത്തരം എഴുതുക. ഉണ്ട്. എന്താ കാരണം? എന്താണ്? വൈദ്യുതി കടത്തിവിട്ടാൽ മാത്രമേ ഇവർക്ക് എന്തായിട്ട് മാറാൻ പറ്റുള്ളൂ? കാന്തമായിട്ട് മാറാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഈ പ്രസ്താവനയോട് നമ്മൾ യോജിക്കുന്നുണ്ട്. വൈദ്യുതി കടത്തിവിട്ടാൽ മാത്രമേ ഇവർക്ക് എന്തായി മാറാൻ പറ്റുള്ളൂ? കാന്തമായിട്ട് മാറാൻ പറ്റുള്ളൂ. ഒരു വൈദ്യുത കാന്തത്തിൻ്റെ ശക്തിയെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും 2 ഘടകങ്ങൾ എഴുതുക. അപ്പോൾ ഏതെങ്കിലും 2 ഘടകങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം കേട്ടോ.
ഓക്കെ, അപ്പോൾ ഏതെങ്കിലും രണ്ട് ഘടകങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ഏത് എഴുതാൻ പറ്റും? ഇതാ നോക്കിക്കോണം കേട്ടോ. ഇത് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. 9ാമത്തെ ക്വസ്റ്റൻ ആണ്. വൈദ്യുതി കടത്തി വിടുമ്പോൾ മാത്രമാണ് കാന്തമായിട്ട് മാറുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഈ നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ. അടുത്ത എന്താണ്? ഏതെങ്കിലും 2 പോയിന്റ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ ഏതാണ്? കമ്പിച്ചിരുളുകളുടെ എണ്ണം കൂട്ടുക. അത് ചെയ്യാൻ പറ്റൂ അല്ലേ. അടുത്ത എന്താണ്? കാന്തത്തിന്റെ ശക്തി കൂട്ടാൻ വൈദ്യുതിയുടെ അളവ് വർദ്ധിപ്പിക്കുക. അപ്പോൾ ഇത് രണ്ടും എഴുതാം കേട്ടോ. വൈദ്യുതിയുടെ അളവ് എന്ത് ചെയ്താൽ മതി? വർദ്ധിപ്പിച്ചാൽ മതി. എന്തിന്റെ ശക്തി കൂട്ടാൻ പറ്റും? നമ്മുടെ കാന്തത്തിന്റെ ശക്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്രീസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ 2 പോയിന്റ് അവിടെ എന്ത് ചെയ്യുക? എഴുതി കൊടുക്കുക. അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ദ്രാവക യൂണിറ്റിൽ പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപക മർദ്ദമാണ് ദ്രാവക മർദ്ദം എന്ന് പറയുന്നത്. അപ്പോൾ പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപക മർദ്ദമാണ് ദ്രാവക മർദ്ദം. ജലം നിറച്ച ഗ്ലാസ് സിലിണ്ടർ പാത്രത്തിൽ A, B, C എന്നീ ബിന്ദുക്കൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നു. വായു നിറച്ച സമാനമായ 3 ബലൂണുകൾ ഈ ബിന്ദുക്കളിൽ ജലത്തിനുള്ളിൽ വെച്ചാൽ ഏത് ബലൂണിനായിരിക്കും താരതമ്യേന കൂടുതൽ വലിപ്പം? ഉത്തരം എഴുതുക. അപ്പോൾ ഇവിടെ ഒരു ബലൂൺ വെച്ചിട്ടുണ്ട്. ഈ ബിയിൽ ഒരു ബലൂൺ വെച്ചിട്ടുണ്ട്, സിയിലും ഒരു ബലൂൺ വെച്ചിട്ടുണ്ട്. ഏതിനായിരിക്കും വലിപ്പം കൂടുതൽ? വലിപ്പം കൂടുതൽ എന്ന് വെച്ചാൽ എയിലെ ബലൂണിനായിരിക്കും വലിപ്പം കൂടുതൽ കേട്ടോ. അതിൻ്റെ ഉത്തരം ഞാൻ അപ്പുറത്ത് കാണിച്ചു തരാവേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സിലിണ്ടറിൽ ജലത്തിന് പകരം മണ്ണെണ്ണ നിറച്ചാൽ ബലൂണിൻ്റെ വലിപ്പത്തിന് മാറ്റമുണ്ടാകുമോ? അപ്പോൾ എന്താണ്? വലിപ്പത്തിന് മാറ്റം ഉണ്ടാകും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മണ്ണെണ്ണ ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏതാണ്? ആഴം കുറയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ആഴം കുറയുമ്പോൾ ദ്രാവക മർദ്ദം കൂടുന്നു. അപ്പോൾ ഏത് ബലൂണിനാണ്? എയ്ക്കാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ എന്താണ്? മണ്ണെണ്ണയ്ക്ക് സാന്ദ്രതയുടെ ഇതല്ല കേട്ടോ, ഇതായാണ് സാന്ദ്രത കുറവായതിനാൽ ദ്രാവക മർദ്ദം കുറയുന്നു. അപ്പോൾ ബലൂണിന് വലിപ്പം കൂടുന്നു. അപ്പോൾ മണ്ണെണ്ണ പകരം ആഡ് ചെയ്താൽ എന്താണെന്ന് ചോദിച്ചേക്കുന്നത് കേട്ടോ. നമ്മുടെ വെള്ളത്തിന് പകരം മണ്ണെണ്ണ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റം. അപ്പോൾ എന്താണ്? ദ്രാവക മർദ്ദം കുറയുകയും ബലൂണിൻ്റെ വലിപ്പം എന്താ ചെയ്യുന്നത്? കൂടുകയുമാണ് ചെയ്യുന്നത് കേട്ടോ. മണ്ണെണ്ണയ്ക്ക് എപ്പോഴും മനസ്സിലാക്കണം, മണ്ണെണ്ണയ്ക്ക് ജലത്തിനേക്കാൾ എന്ത് കുറവാണ്? സാന്ദ്രത കുറവാണെന്നുള്ള പോയിന്റ് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ നൽകിയിരിക്കുന്ന രേഖാചിത്രം നിരീക്ഷിച്ച് ഉത്തരം എഴുതുക. ഫസ്റ്റ് ആണ് ചിത്രത്തിൽ എഫും പിയും എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എഫ് എന്ന് പറയുന്നത് എന്താണ്? മുഖ്യ ഫോക്കസ് ആണ് കേട്ടോ. എഫ് എന്ന് വെച്ചാൽ എന്താണ്? മുഖ്യ ഫോക്കസ് ആണ്. എഫ് മുഖ്യ ഫോക്കസ് ആണ് കേട്ടോ. ഇനി അടുത്ത് നോക്കിക്കേ. അടുത്ത ഏതാണ്? പി ആണ്. പി എന്ന് വെച്ചാൽ എന്താണ്? പോളാണ് കേട്ടോ. പി എന്ന് വെച്ചാൽ എന്താണ്? പോളാണ്. ഇനി അടുത്ത എന്താണ്? പ്രതിപതന രശ്മി വരച്ചു ചേർത്ത് തന്നിരിക്കുന്ന രേഖാചിത്രം പൂർത്തിയാക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. അപ്പോൾ രേഖാചിത്രം വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പി ഉണ്ട്. ഇതിലിങ്ങനെ കടന്നു പോകും. ഇതിലെങ്ങനെ കടന്നു പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങോട്ട് ആരോ മാർക്കും കൂടെ കൊടുക്കണേ, നല്ലത് കറക്റ്റ് പൂർത്തിയാവുള്ളൂ. ഈ ദർപ്പണത്തിൻ്റെ വക്രത ആരം 22 സെൻറ്റിമീറ്റർ ആണ്. വക്രത ആരം എന്ന് പറയുന്നത് എത്രയാണ്? 22 സെൻറ്റിമീറ്റർ ആണ്. എന്നാൽ ഫോക്കസ് ദൂരം കണ്ടുപിടിക്കുക. സിമ്പിൾ ആയിരുന്നു അല്ലേ. എന്ത് ചെയ്താൽ മതി? എഫ് എന്ന് പറയുന്നത് എന്താണ്? R/2 ആണ്. R എന്ന് വെച്ചാൽ എത്രയാണ്? വക്രത ആരം എത്രയാണ് തന്നിട്ടുണ്ട്? 22 എന്ന് പറഞ്ഞിട്ടുണ്ട്. 22 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 2 കൊണ്ട് അങ്ങോട്ട് ഹരിച്ചാൽ മതി. അപ്പോൾ എത്ര വരുന്നത്? 11 സെൻറ്റിമീറ്റർ എന്ന് വരും കേട്ടോ. ഓക്കെ, അപ്പോൾ ആൻസർ എത്രയാണ്? എഫ് എന്ന് ഫോക്കസ് ദൂരം എത്രയാണ്? 11 സെൻറ്റിമീറ്റർ ആണ്. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവേ. പെൻസിൽ അടയാളം ഇറേസർ ഉപയോഗിച്ച് മായ്ക്കുമ്പോൾ ഇറേസറിന് തേയ്മാനം സംഭവിക്കുന്നു. അറിയാമല്ലോ അല്ലേ. പെൻസിലിൻ്റെ അടയാളം നമ്മൾ ഇറേസർ വെച്ച് മായ്ക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇറേസറിന് തേയ്മാനം സംഭവിക്കുന്നുണ്ട്. ഇതിന് കാരണമായ ബലം ഏത്? ഇതിന് കാരണമായ ബലം ഏതാണ്? ഹർഷണ ബലമാണ് കേട്ടോ. നമ്മുടെ ഫ്രാക്ഷൻ ഹർഷണ ബലമാണ് ഇതിന് കാരണം കേട്ടോ. ഈ ബലം ഗുണകരമായും ഗുണകരമല്ലാത്തതുമായ ഓരോ സന്ദർഭങ്ങൾ എഴുതുക. ഗുണകരം നിങ്ങളൊന്ന് പറഞ്ഞേ. തീപ്പെട്ടി വരുത്, അതൊരു ഗുണകരമാണ് അല്ലേ. തറയിലൂടെ നടക്കാൻ സംഭവിക്കുന്നു, ഒരു വസ്തുക്കളെ പിടിക്കാൻ സഹായിക്കുന്നു, ഇതൊക്കെ അതിൻ്റെ ഗുണകരമാണ് അല്ലേ. ദോഷകരം എന്താണ്? യന്ത്രങ്ങളുടെ തേയ്മാനം പറയാം, ടയർ തേഞ്ഞു പോകുന്നു, വാഹനങ്ങളുടെ ഇന്ധനം നഷ്ടമാവുന്നു, ഇതൊക്കെ നമുക്ക് പറയാം കേട്ടോ. ഇനി അടുത്ത എന്താണ്? ഈ ബലം കുറയ്ക്കാനുള്ള 2 മാർഗങ്ങൾ എഴുതുക. അപ്പം ഇത് നമുക്ക് എന്താണ് ഒന്നുകൂടെ ഗ്രാൻഡായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ഹർഷണം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ. ഹർഷണം ഗുണകരമായത് എന്താണ്? തീപ്പെട്ടിക്കുള്ളി വരയ്ക്കുന്നു, വസ്തുക്കളെ പിടിക്കാൻ സഹായിക്കുന്നു, തറയിലൂടെ നടക്കാൻ. 2 ഏതെങ്കിലും എഴുതിയാൽ മതി കേട്ടോ. യന്ത്രങ്ങളുടെ തേയ്മാനം എഴുതാം, ടയർ തേഞ്ഞു പോകുന്നു, വാഹനങ്ങളിലും മറ്റ് ഇന്ധനങ്ങളും നഷ്ടമുണ്ടാകുന്നു. അടുത്ത സി എന്താ നോക്കിക്കേ. സി എന്ന് പറയുന്നത് ഇത് കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാം? പ്രതലങ്ങൾ മിനുസപ്പെടുത്താം, സ്നേഹങ്ങൾ യൂസ് ചെയ്യാം. അടുത്ത എന്താണ്? ഇതിലേതെങ്കിലും ധാരാരേഖിതമാക്കൽ. ഇതിൽ ഏതെങ്കിലും 2 എഴുതിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും എളുപ്പമുള്ള 2 എടുത്ത് എഴുതി അതൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. കാന്തിക ബലരേഖകൾ ഒരു കാന്തത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തെ സൂചിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളാണ്. തീർത്തും അതെ അല്ലേ. താഴെ തന്നിരിക്കുന്ന ചിത്രം പകർത്തി വരച്ച്
ബാർ കാന്തങ്ങളുടെ ധ്രുവങ്ങൾക്കിടയിലുള്ള കാന്തിക ബലരേഖകൾ ചിത്രീകരിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്കത് മാറ്റി വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ. ബി ക്വസ്റ്റിനോട് പറയാം. കാന്തിക ബലരേഖകളുടെ ഏതെങ്കിലും രണ്ട് സവിശേഷതകൾ എഴുതുക. മാഗ്നറ്റിക് കോമ്പസുകളിൽ കാന്തിക സൂചിക്ക് പച്ചിരിമ്പ് കേസുകൾ ക്രമീകരിക്കാറില്ല, എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ആൻസേഴ്സ് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ഇതിങ്ങനെയാണ് വരയ്ക്കേണ്ടത് കേട്ടോ. 13ാമത്തെ വരയ്ക്കേണ്ട വിധം ഇതാണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത് നോക്കിക്കേ. ഇതുപോലെ വരയ്ക്കണം. ഇനി ബിയുടെ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്നായിരുന്നു അല്ലേ. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഒരു കാന്തത്തിന് ചുറ്റും എല്ലാ തലങ്ങളിലും കാന്തിക ബലരേഖകൾ ഉണ്ട്. ശരി, എല്ലാ തലങ്ങളിലും എന്തുണ്ട്? കാന്തിക ബലരേഖകളുണ്ട്. കാന്തിക ബലരേഖകൾ പരസ്പരം എന്ത് ചെയ്യുന്നില്ല? ഖണ്ഡിക്കുന്നില്ല. കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ അടുത്തു വരുമ്പോൾ ബലരേഖകൾ വശങ്ങളിലേക്ക് വളഞ്ഞു പോകുന്നു. ഒരേ എന്നും നോർത്തും ആയതുകൊണ്ട് അടുത്ത് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇവർ വളഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഒരു സി ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു അല്ലേ. എന്തായിരുന്നു? പച്ചിരിമ്പ് കേസിന് പെർമബിലിറ്റി കൂടുതലായതിനാൽ കാന്തിക സൂചിയിൽ നിന്നുള്ള കാന്തിക ബലരേഖകൾ അതിനുള്ളിലേക്ക് പ്രസരിക്കുന്നു. അതിനാൽ കാന്തിക സൂചിക്ക് ദിശാസൂചകമായ സ്വഭാവം എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്? പച്ചിരിമ്പ് യൂസ് ചെയ്യാത്തത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോവാവേ. അടുത്തത് നമ്മുടെ കെമിസ്ട്രി ആണ് അല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു കെമിസ്ട്രി എക്സാമും? എളുപ്പമായിരുന്നു തോന്നുന്നു അല്ലേ. വലിയ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലെ കണ്ടിന്യൂഷൻ ഇതിലും കാണപ്പെട്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ടോ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. അപ്പോൾ നോക്കിയാലോ, ഫസ്റ്റ് വൺ എന്താണ്? ചുവടെ നൽകിയിരിക്കുന്നതിൽ രാസമാറ്റം ഏതാണ് എന്നുള്ളത് എഴുതാനാണ് ചുവടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ രാസമാറ്റം എന്ന് പറയുന്നത് ഏതാണ്? ഇരുമ്പ് തുരുമ്പിക്കുന്നതാണ് ഇതിൽ രാസമാറ്റം എന്ന് പറയുന്നത് കേട്ടോ. ഇരുമ്പ് തുരുമ്പിക്കുന്നതാണ് രാസമാറ്റം എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ബന്ധം കണ്ടെത്തി പൂർത്തിയാക്കാനാണ് കേട്ടോ. ഉപ്പുവെള്ളത്തിലെ ലീനം എന്ന് പറയുന്നത് ഉപ്പാണ്, ലായകം ജലമാണ്, നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. സോഡാ വെള്ളത്തിൽ ആരായിരുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇവിടെ എന്തെന്ന് പറയുന്നത്? ലീനം എന്ന് പറയുന്നത്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കട്ടിയുള്ള വസ്തു കൊണ്ട് ലോഹത്തിന്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹത്തിന്റെ കഴിവിനെ നമ്മൾ എന്താ പറയുന്നത്? സോണോരിറ്റി എന്നാണ് പറയുന്നത് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, എടുത്ത് പഠിക്കുന്നുണ്ട് അതൊക്കെ കേട്ടോ. സോണോരിറ്റി എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ. അമോണിയം ക്ലോറൈഡും മണലും ചേർന്ന മിശ്രിതത്തിൽ നിന്ന് ഘടകങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏതായിരുന്നു? ഉൽപ്പന്നമാണ് മാർഗം എന്ന് പറയുന്നത് കേട്ടോ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവേ. ഈർപ്പമില്ലാത്ത 2 വാച്ച് ഗ്ലാസ്സുകൾ എടുത്ത് രണ്ടിലും അല്പം സിൽവർ ബ്രോമൈഡ് പുരട്ടുക. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു വാച്ച് ഗ്ലാസ് എടുത്ത് ഗ്ലാസ് കൊണ്ട് പൊതിയുക, 2 അല്പനേരം സൂര്യപ്രകാശത്തിൽ വെക്കുക. ഏത് വാച്ച് ഗ്ലാസ്സിലെ സിൽവർ ബ്രോമൈഡിന്റെ നിറമാണ് മാറിയേക്കുന്നത്? ഏതായിരിക്കും? നമുക്ക് ആലോചിച്ചറിയാം. സൂര്യപ്രകാശത്തിൽ തുറന്നു വെച്ചേക്കുന്നതായിരിക്കും അതിൻ്റെ നിറം മങ്ങിയേക്കുന്നുണ്ടാവുക കേട്ടോ. 2 വാച്ച് ഗ്ലാസ് എടുക്കുക, രണ്ടിലും അല്പം സിൽവർ ബ്രോമൈഡ് എടുക്കുക, ഒരു വാച്ച് ഗ്ലാസ് കറുത്ത കടലാസ് കൊണ്ട് പൊതിയുക, അല്പനേരം സൂര്യപ്രകാശത്തിൽ വെക്കുക. അപ്പോൾ സൂര്യപ്രകാശത്തിൽ വെച്ചതിനെയാണ് സൂര്യപ്രകാശത്തിൽ തുറന്നു വെച്ചത് കേട്ടോ. തുറന്ന് വെച്ചതിൻ്റെയാണ് നിറം മങ്ങ കേട്ടോ. ഏത് ഊർജ്ജ രൂപമാണ് ഇവിടെ രാസമാറ്റത്തിന് കാരണം? അപ്പം നമ്മുടെ വെയിൽ കിട്ടുമ്പോൾ ഏത് ഊർജ്ജ? പ്രകാശോർജ്ജമാണ് കേട്ടോ. പ്രകാശോർജ്ജം. വെയിൽ കിട്ടുമ്പോൾ പ്രകാശോർജ്ജമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചുവടെ നൽകിയിരിക്കുന്നതിൽ ജലവുമായി പ്രവർത്തിക്കാത്ത ലോഹം ഏതാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. സോഡിയം പ്രവർത്തിക്കും, പൊട്ടാസ്യം പ്രവർത്തിക്കും അല്ലേ. പിന്നെ ആരായിരിക്കും പ്രവർത്തിക്കാത്തത്? സ്വർണ്ണമായിരിക്കും. സോഡിയവും പൊട്ടാസ്യവും പോലുള്ള ലോഹങ്ങൾ മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത് എന്തുകൊണ്ട്? അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അന്തരീക്ഷത്തിലെ വായുവും ഈർപ്പവുമായിട്ട് തീവ്രമായി പ്രവർത്തിക്കുന്നതിലാണ് വായു സാന്നിധ്യം ഒഴിവാക്കുന്നത് ഇവയെ എന്ത് ചെയ്യുന്നത്? മണ്ണെണ്ണയെ സൂക്ഷിക്കുന്നത് കേട്ടോ. ഇവർ പെട്ടെന്ന് വായുവുമായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. പ്രവർത്തിക്കും. അതുകൊണ്ട് ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് സൂക്ഷിക്കുന്നത്? മണ്ണെണ്ണയെ സൂക്ഷിക്കുന്നത് കേട്ടോ. ഇവിടെ എഴുതാവേ. വായു സാന്നിധ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സാന്നിധ്യം ഒഴിവാക്കാൻ. വായു തുറന്നു വെച്ചാൽ എന്താണ്? പെട്ടെന്ന് റിയാക്ട് ചെയ്യും കേട്ടോ. വായുവുമായിട്ട് റിയാക്ട് ചെയ്യും, ഇല്ലെങ്കിൽ ഈർപ്പവുമായിട്ട് റിയാക്ട് ചെയ്യും. അടുത്തത് വൈദ്യുത വിശ്ലേഷണം എന്നാൽ എന്ത്? അപ്പോൾ എന്താണ് വൈദ്യുത വിശ്ലേഷണം എന്ന് വെച്ചാൽ എന്താണ്? വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത് ഒരു പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന പ്രവർത്തനമാണ് കേട്ടോ. ഇവിടെ എഴുതാവേ. വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത് വിഘടനത്തിന് വിധേയമാകുന്നു ഒരു പദാർത്ഥം കേട്ടോ.
ചെയ്ത് ഒരു വിധേയമാകുന്ന പ്രവർത്തനമാണ്. അയൺ വളയിൽ കോപ്പർ ലേപനം ചെയ്യുന്നത് ഏത് ലായനി എടുത്താണ്? ഏതാണ്? കോപ്പർ സൾഫേറ്റ് ലായനിയാണ് കേട്ടോ. CuSO4 എഴുതിയാൽ മതി, അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റ് ലായനി എന്ന് ജസ്റ്റ് അവിടെ നിന്ന് എഴുതി വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. പൂരിത ലായനി എന്നാൽ എന്ത്? അപ്പോൾ എന്താണ് പൂരിത ലായനി എന്ന് വെച്ചാൽ എന്താണ്? ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീലം ലയിച്ചു ചേർന്നാൽ കിട്ടുന്ന ലായനിയാണ് പൂരിത ലായനി കേട്ടോ. ഒരു നിശ്ചിത താപനിലയിൽ, ഇവിടെ മുകളിൽ എഴുതാവേ, ഒരു നിശ്ചിത താപനിലയിൽ കേട്ടോ, മുകളിൽ എഴുതാൻ, താപനിലയിൽ എഴുതാൻ കുറച്ച് പ്രയാസമാണ്. താപനിലയിൽ എന്താണ്? പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ കിട്ടുന്ന ലായനി കേട്ടോ. ലയിച്ചു ചേർന്നാൽ കിട്ടുന്ന ലായനിയാണ് കേട്ടോ. ലായനി ഇതിവിടെ ശ്രദ്ധിക്കണേ. താപനിലയിൽ എന്നുള്ളത് ഞാൻ ഇവിടെ എഴുതാൻ ബുദ്ധിമുട്ടായിട്ട് ഇങ്ങോട്ട് എഴുതിയാണ് ഇല്ലേ. അടുത്തത്, അലുമിനിയം ലോഹം പാചകപാത്രങ്ങളുടെ നിർമ്മാണത്തിനായി സാധാരണ ഉപയോഗിക്കുന്നു. ശരിയാണ് അല്ലേ? അലുമിനിയം പാത്രങ്ങൾ ഒരുപാടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പ്രയോജനപ്പെടുത്തുന്ന അലുമിനിയത്തിൻ്റെ ഭൗതിക ഗുണങ്ങൾ ഏതൊക്കെ? അപ്പോൾ എന്താണ്? ഒന്ന് ഏതായിരിക്കും? ചൂടാവാനുള്ള കഴിവുണ്ട് അല്ലേ, അതൊരു ഗുണമാണ്. അപ്പോൾ അതിന് നമ്മൾ എന്താ പറയുക? താപജാലകത എന്നാണ് പറയുക കേട്ടോ. അടുത്തെന്താണ്? മാലിയബിലിറ്റിയാണ് മറ്റൊരു കാരണം എന്ന് പറയുന്നത് കേട്ടോ. ഇനി 10ാമത്തെ ക്വസ്റ്റിനോട്ട് പോവാം. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ചില ലോഹങ്ങളുടെ പേരുകൾ ബോക്സിൽ നൽകിയിരിക്കുന്നു. ഇവയിൽ നിന്നും അനുയോജ്യമായത് കണ്ടെത്തി താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉയർന്ന മാലിയബിലിറ്റിയുള്ള ലോഹം ആലോചിക്കാനില്ല അല്ലേ? ആഭരണ നിർമ്മാണം ആകുമ്പോൾ ഇവിടെ ഏതുണ്ട്? സ്വർണ്ണമുണ്ട്. സോ ഇത് തന്നെയായിരിക്കും, സ്വർണ്ണമായിരിക്കും. ബൾബുകളുടെ ഫിലമെൻ്റായി ഉപയോഗിക്കുന്ന ലോഹം അത് നിങ്ങൾക്ക് അറിയാൻ മതി അല്ലേ? ഏതാണ്? ടങ്സ്റ്റൺ ആണ് കേട്ടോ. അത് പുസ്തകത്തിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് അല്ലേ. ടങ്സ്റ്റൺ ആണ്. അത് പഠിപ്പിക്കുമ്പോൾ ടീച്ചർമാർ പ്രത്യേകം എടുത്ത് പറഞ്ഞ് പഠിപ്പിക്കലുണ്ട് കേട്ടോ. കാഠിന്യം കൂടിയതും വേഗത്തിൽ നാശത്തിന് വിധേയമാകുന്നതുമായ ലോഹം ഏതാണ്? ഇരുമ്പാണ്. ഇരുമ്പിന് നല്ല കാഠിന്യമാണ്, പെട്ടെന്ന് എന്ത് ചെയ്യും? തുരുമ്പിച്ച് പോകും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? നമ്മൾ മാച്ച് ദ ഫോളോയിങ് ആണ് അല്ലേ. ചേരുംപടി ചേർത്ത് എഴുതുക. പൊളോണിയം എന്ന് വെച്ചാൽ ഏതാണ്? ഒരു രാജ്യത്തിൻ്റെ പേരിൽ നിന്ന് വന്നതാണ്, അപ്പോൾ രാജ്യമാണ് കേട്ടോ. സോഡിയം ഏതിൽ നിന്നാണ്? ലാറ്റിൻ നെയിമാണ് അല്ലേ, ലാറ്റിൻ നാമമാണ്. ക്യൂറിയം എന്ന് പറയുന്ന ഭൂഖണ്ഡമല്ലേ, ലാറ്റിനാണ് കേട്ടോ. ഭൂഖണ്ഡമല്ല, മാറിപ്പോരുത്, ലാറ്റിൻ നെയിമാണ്. ക്യൂറിയം എന്ന് വെച്ചാൽ എന്താണ്? ക്യൂറിയം ഒരു ശാസ്ത്രജ്ഞനല്ല കേട്ടോ, ഇഞ്ഞാണ് ക്യൂറിയം. മേരി ക്യൂറിയാണ് കേട്ടോ. അപ്പം ശാസ്ത്രജ്ഞയാണ് കേട്ടോ. അടുത്തത് 12ാമത്തെ ക്വസ്റ്റിനോട്ട് പോകാം കേട്ടോ. ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിരിക്കുന്ന ഒരു കഷ്ണം മഗ്നീഷ്യത്തിന് 5 ml നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുന്നു. അപ്പോൾ ഉറപ്പിക്കുക, ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർത്തിട്ടുണ്ടെങ്കിൽ പുറത്ത് വരുന്ന വാതകം ഏതായിരിക്കും? H2, നമ്മുടെ ഹൈഡ്രജൻ ആണ് കേട്ടോ. ടെസ്റ്റ് ട്യൂബിൻ്റെ അടിഭാഗത്ത് സ്പർശിച്ച് നോക്കുക. എന്താണ് അനുഭവപ്പെടുന്നത്? കാരണം എന്ത്? അടിഭാഗത്ത് എന്തുണ്ട്? ചൂടുണ്ടാകുന്നതായിട്ട് അനുഭവപ്പെടും കേട്ടോ. ഒരു ചൂടുണ്ടാവും. അപ്പോൾ എന്താണ് ഇതിന് കാരണം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ? നമ്മുടെ ഉൽപ്പന്നം ഉണ്ടാകുമ്പോൾ എന്തുണ്ടാകുന്നുണ്ട്? താപവും ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അതാണ് കാരണം. ഉൽപ്പന്നത്തോടൊപ്പം താപമുണ്ടാകുന്നു. കേട്ടോ. താപം
ഉണ്ടാകുന്നു. അതാണ് അതിന് കാരണം എന്ന് പറയുന്നത് കേട്ടോ. ഉൽപ്പന്നത്തോടൊപ്പം താപം ഉണ്ടാകുന്നു. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റിനോട്ട് പോവേ. അടുത്ത എത്രയാണ്? 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ യഥാർത്ഥ ലായനി, കൊളോയിഡ്, സസ്പെൻഷൻ എന്നിവ തരംതിരിക്കുക. അപ്പം യഥാർത്ഥ ലായനി ആദ്യം എ എന്ന് ഞാൻ പേര് കൊടുക്കുകയാണ്. നിങ്ങൾ അത് 3 പേര് കൊടുത്തിട്ട് എഴുതിയാൽ മതി. യഥാർത്ഥം എ എന്ന് പേര് കൊടുത്തു. കൊളോയിഡിന് ഞാൻ എന്ത് കൊടുത്തു? ബി എന്ന് കൊടുത്തു. ഇനി അടുത്ത സസ്പെൻഷൻ ഞാൻ എന്ത് കൊടുത്തു? സി എന്ന് കൊടുത്തു കേട്ടോ. ഇതിൽ ഏതൊക്കെയാണ് യഥാർത്ഥ ലായനി ഏതൊക്കെയാണെന്ന് വെച്ചാൽ പഞ്ചസാര യഥാർത്ഥ ലായനിയാണ് കേട്ടോ. അടുത്തത് അന്തരീക്ഷ വായു എന്ന് പറയുന്നത് എന്താണ്? യഥാർത്ഥമാണ് കേട്ടോ. അന്തരീക്ഷ വായു. പഞ്ചസാര ലായനിയാണ് കേട്ടോ. പഞ്ചസാര ലായനി എന്ന് എഴുതുക കേട്ടോ. പഞ്ചസാര ലായനി. അടുത്ത കൊളോയിഡ് ഏതൊക്കെയാണ്? പാല്. അടുത്തത് മൂടൽ മഞ്ഞ്. പാല്, മൂടൽ മഞ്ഞ്. അടുത്ത ഏതാണ്? മഷി. അതും കൊളോയിഡാണ്. സി ഏതാണ്? സസ്പെൻഷൻ ഏതാണ്? ചെളിവെള്ളമാണ് കേട്ടോ. ചെളിവെള്ളം. ഓക്കെ. അപ്പോൾ നമ്മുടെ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പറും കഴിഞ്ഞു. അടുത്ത ബയോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്രയല്ലേ എൻ്റെ കമൻറ്റ് നിങ്ങൾ മിസ്സിനെ അറിയിക്കാൻ വേണം കേട്ടോ. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവേ. ഹായ്, എല്ലാ കൂട്ടുകാർക്കും വിദ്യാഭ്യാസത്തിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ജീവശാസ്ത്രം അല്ലെങ്കിൽ ബയോളജി ക്രിസ്മസ് എക്സാമിൻ്റെ 2024 ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിനോട്ട് പോവേ. ഒറ്റപ്പെട്ടത് കണ്ടെത്തി മറ്റുള്ളവയുടെ പൊതുസവിശേഷതകൾ എഴുതുക. ഇത് ഒറ്റപ്പെട്ടത് ഏതാണ്? അസോളയാണ് അല്ലേ. അപ്പോൾ അസോളയുടെ ബാക്കിയുള്ളതൊക്കെ എല്ലാം എന്താണ്? ബാക്ടീരിയാസ് ആണ് കേട്ടോ. ബാക്കിയുള്ളത് മൊത്തം ബാക്ടീരിയകളാണ് കേട്ടോ. ഓക്കെ, ബാക്കിയുള്ളത് ബാക്ടീരിയയാണ്. നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ. പദമെന്ന് മനസ്സിലാക്കി വിട്ട ഭാഗം പൂരിപ്പിക്കുക. ആവരണകല ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. അടുത്ത് എന്താ കൊടുത്തേക്കുന്നത്? നാഡീകല. നാഡീകല എന്താ ചെയ്യുന്നത്? ശാരീരിക പ്രവർത്തനങ്ങളുടെ നിയന്ത്രണവും ഏകോപനവുമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ എഴുതേണ്ടത്? നിയന്ത്രണവും അതേപോലെ തന്നെ ശാരീരിക പ്രവർത്തനങ്ങളുടെ നിയന്ത്രണവും ഏകോപനവുമാണ് കേട്ടോ. നിയന്ത്രണം, ഏകോപനം. ങ്ങളുടെ നിയന്ത്രണം അതേപോലെ ഏകോപനം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് അടുത്തത് കേട്ടോ. വർഗീകരണ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവ വിശകലനം ചെയ്ത് ശരിയുത്തരം കണ്ടെത്തി എഴുതുക. അപ്പോൾ ഒരു 3 പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി 1ഉം 2ഉം ശരിയാണോ 2ഉം 3ഉം ശരിയാണോ എന്നൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. അതിൽ എ ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഏതൊക്കെയാണെന്ന് വെച്ചാൽ സസ്യജന്തുജാലങ്ങളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ശാസ്ത്രീയ സൂചനയാണ് ടാക്സോണമിക് കീകൾ. 6 കിങ്ഡം വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് കാൾ ഹൗസ്. അപ്പോൾ ഇതെന്താണ്? കാൾ ഹൗസ് അല്ല, വൗസ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഈ 2 പോയിന്റും ഇവിടെ ശരിയായതാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ എ ആണ് അതിൽ ആൻസർ എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന സസ്യകലകൾ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് ഇവയുടെ സവിശേഷതകൾ പ്രസ്താവനകളിൽ നിന്ന് തിരഞ്ഞെടുക്കുക. അപ്പം തന്നിരിക്കുന്ന സസ്യകല എന്ന് പറയുന്നത് ഏതാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോ? ഏതാണെന്ന് തിരിച്ചറിഞ്ഞവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പെട്ടെന്ന് ആൻസർ കമൻറ്റ് ചെയ്യണം കേട്ടോ. മിസ് അത് പറയുന്നില്ലേ. അപ്പോൾ നിങ്ങൾ എത്ര പേർക്ക് അറിയാമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. ഇനി അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ഇതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ് ഈ 1ാമത്തെ പോയിന്റും അതേപോലെ തന്നെ 3ാമത്തെ പോയിന്റുമാണ് കേട്ടോ. ശരീരഭാഗങ്ങൾ താങ്ങും ബലവും നൽകുന്നു. ഇനി അടുത്ത എന്താണ്? കോശഭിത്തിയുടെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെയുള്ള കട്ടി കൂടിയ തരം കോശങ്ങളാണ് ചേരുന്നത് എന്നാണ് അതിൽ ആൻസേഴ്സ് വരുന്നത് കേട്ടോ. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാവേ. ഒരു കാർഷിക സെമിനാറിൽ കൃഷി ഓഫീസർ സുസ്ഥിര കൃഷിയാണ് പരിസ്ഥിതി സൗഹൃദ കൃഷി എന്ന് പ്രസ്താവിച്ചു. ഈ പ്രസ്താവന സാധൂകരിക്കുന്നതിന് സുസ്ഥിര കൃഷിയുടെ 2 മേൽമകൾ എഴുതുക. അപ്പോൾ എന്താണ് 2 മേൽമകൾ എന്ന് പറയുന്നത്? എന്തൊക്കെയാണ്? ഉൽപാദന ചെലവ് കുറവാണ് കേട്ടോ. എന്താണ്? ഉൽപാദന ചെലവ് കുറവാണ് കേട്ടോ. ചെലവ് കുറവാണ്. വേറെ ഏതാ നമുക്ക് എഴുതാൻ പറ്റുന്നത്? ഉൽപാദന ചെലവ് കുറവാണെന്ന് എഴുതാം. വേറെ പോയിന്റ് എന്താ നമുക്ക് എഴുതാൻ പറ്റുന്നത്? പരിസര മലിനീകരണം കുറവാണ് കേട്ടോ. പരിസര മലിനീകരണം കുറവാണ്. പരിസര മലിനീകരണം കുറവ് കേട്ടോ. കുറവ്.
എയർ മലിനീകരണം കുറവാണ്. ഈ 2 പോയിന്റ് എഴുതി കഴിഞ്ഞാൽ അവിടെ 2 മാർക്ക് അവിടെ കിട്ടി കേട്ടോ. അടുത്ത 6ാമത്തെ ക്വസ്റ്റിനിലോട്ട് പോവേ. വൈറസിന്റെ ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ ഏതൊക്കെയാണ് ചോദ്യം നോക്കിക്കേ. ഇവ ഘടനാപരമായ മറ്റു കോശങ്ങളിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അപ്പോൾ ഇവ മറ്റു കോശങ്ങളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? കോശമില്ല, പ്രോട്ടീൻ കവചവും ഉള്ളിൽ ജനിതക വസ്തുവുമുള്ള ഘടനയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് വെച്ചാൽ എന്താണ്? പ്രോട്ടീൻ കവചമുണ്ട് കേട്ടോ. പ്രോട്ടീൻ കവചമുണ്ട് കേട്ടോ. പ്രോട്ടീൻ കവചമുണ്ട്. അടുത്ത ബി ക്വസ്റ്റിനിലോട്ട് പോവാം കേട്ടോ. ഇവ 6 കിങ്ഡം വർഗീകരണത്തിൽ ഉൾപ്പെടുന്നുണ്ടോ, എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവ ഉൾപ്പെടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ കോശത്തിന് വെളിയിൽ വരുമ്പോൾ ഇവർക്ക് ജീവനില്ലാണ്ടാവുന്നു. ജീവനുള്ള കോശത്തിനുള്ളിൽ പ്രവേശിച്ചാൽ മാത്രമേ ഇവർ എന്ത് ലക്ഷണം കാണിക്കുള്ളൂ? ജീവനുള്ള ലക്ഷണങ്ങൾ കാണിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് ലാസ്റ്റ് ഇതിൻ്റെ ആൻസർ കീ കൊടുക്കും. ആ കൂടെ അവിടെ എഴുതിയിട്ടിട്ടുണ്ടാവും കേട്ടോ. ഇവിടെ ഞാൻ എല്ലാം കൂടെ എഴുതുന്നില്ലേ. അപ്പം ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇവർക്ക് ജീവനുള്ള വസ്തുക്കളുടെ ഉള്ളിൽ പ്രവേശിച്ചാൽ മാത്രമേ ജീവലക്ഷണങ്ങൾ കാണിക്കുള്ളൂ. കോശത്തിൽ നിന്ന് വെളിയിൽ വന്നാൽ ഇവരെന്താണ്? നിർജീവമാണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തത് 7ാമത്തെ ക്വസ്റ്റിനിലോട്ട് പോവേ. അപ്പോൾ 7ാമത്തെ ക്വസ്റ്റിൻ എന്താ നോക്കിക്കേ. അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതാനും വരയ്ക്കാനൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആരാണ്? ചരകനാണ് അല്ലേ. അപ്പോൾ ചരകൻ എന്തിൻ്റെ പിതാവാണ്? ആയുർവേദത്തിൻ്റെ പിതാവാണ് കേട്ടോ. ജസ്റ്റ് ഇവിടെ എഴുതി കൊടുക്കാവേ. ആയുർവേദത്തിൻ്റെ പിതാവ്. ആയുർവേദത്തിൻ്റെ പിതാവാണ് കേട്ടോ. ആയുർവേദത്തിൻ്റെ പിതാവ് നിങ്ങൾക്ക് എന്തായാലും അറിയായിരിക്കും അല്ലേ. ആയുർവേദത്തിൻ്റെ പിതാവാണ് കേട്ടോ. ഇനി ബി, സ്പീഷ്യസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ജോൺ റേ ആണ് കേട്ടോ. ജോൺ റേ ആണ്. അടുത്തത് എന്താണ്? തിയോഫാനസ്. നെക്സ്റ്റ് അടുത്ത ആരാണ്? തിയോഫ്രാൻഡസ് ആണ് അല്ലേ. അദ്ദേഹം എന്താ ചെയ്തത്? സസ്യശാസ്ത്രത്തിൻ്റെ പിതാവാണ് കേട്ടോ. സസ്യശാസ്ത്രത്തിൻ്റെ പിതാവ്. പിതാവാണ് കേട്ടോ. അടുത്ത ഏതാണ്? ദിനാമ പദ്ധതി ആവിഷ്കരിച്ചത് ആരാണ്? കാൾ ലീനേഴ്സ് ആണ് കേട്ടോ. റെഡിയാണോ? ഇനി അടുത്തതിലേക്ക് പോവാം കേട്ടോ. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. കോശാംഗമേത്? ഏതാണ്? റൈബോസോം ആണ് കേട്ടോ. ധർമ്മം എന്താണ്? കോശത്തിൽ എന്ത് ചെയ്യുന്നു? മാംസം നിർമ്മിക്കുന്നു കേട്ടോ. കോശത്തിൽ മാംസം നിർമ്മിക്കുന്നതാണ് ഇവരുടെ ധർമ്മം. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ബോക്സിൽ നിന്ന് ശരിയായ ജോഡികൾ തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പോൾ ഏതാണ്? മഷ്റൂം കൂണാണ് അല്ലേ. അപ്പം ബാക്കി ഏതൊക്കെയാണ് ഇവിടെ ശരിയായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സെറികൾച്ചർ എന്താണ്? പട്ടുനൂല് തന്നെയാണ് അല്ലേ. അപ്പോൾ അതെന്താണ്? ശരിയായതാണ്. ഇത് ശരിയായതാണ്. അടുത്ത് നോക്കിക്കേ. പിസികൾച്ചർ മത്സ്യമാണ്, അതും ശരിയാണ് കേട്ടോ. പിന്നെ അടുത്തത് ക്യൂണികൾച്ചർ ഏതാണ്? മുയലാണ്. അപ്പോൾ അതെന്താണ്? ശരിയാണ്. പക്ഷി പരിപാലനത്തിൽ ഏത് പെടുന്നുണ്ട്? കാട പെടുന്നുണ്ട്. സോ അതും എന്താണ്? ശരിയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവേ. 10ാമത്തത്. ആധുനിക കൃഷി രീതികളിൽ വസ്തുതകൾ തന്നിരിക്കുന്ന ഉചിതമായ തലക്കെട്ട് നൽകി പട്ടികപ്പെടുത്തുക. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ ആധുനിക കൃഷി രീതികൾ ഏതൊക്കെയാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്നെന്താണ്? പോളി ഹൗസ് ആണ് കേട്ടോ. അടുത്ത ഏതാണ്? പ്രിസിഷൻ ഫാമിംഗ് ആണ് കേട്ടോ. ഏതാണ്? പ്രിസിഷൻ ഫാമിങ്. ഒന്ന് പോളി ഹൗസ് ആണ്, ഒന്ന് ഏതാണ്? പ്രിസിഷൻ ഫാമിംഗ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് അതിൽ പെടുന്നതെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഒന്നാമത്തത് പോളിത്തീൻ ഷീറ്റ് കൊണ്ട് കൃഷിജലം പൂർണ്ണമായോ ഭാഗികമായോ മറയ്ക്കുന്നു. അതേതാണ്? പോളി ഹൗസ് ആണ് കേട്ടോ. അടുത്ത നോക്കിക്കേ. കൃഷിയിടത്തിലെ മണ്ണിൻ്റെ സ്വഭാവം, മണ്ണിൻ്റെ മൂലകങ്ങളുടെ pH എന്നിവ അനുസരിച്ച് കൃഷി ചെയ്യുന്നു. അതേതാണ്? പ്രിസിഷൻ ആണ് കേട്ടോ. അടുത്ത നോക്കിക്കേ. പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് മണ്ണിനെ പൊതിയുന്നതിനാൽ ജലസേവനം എന്താണ്? സേവനം പരിമിതപ്പെടുത്താൻ സാധിക്കുന്നു. അത് ഏതാണ്? പ്രിസിഷൻ തന്നെയാണ് കേട്ടോ. താപനിലയും ഈർപ്പവും സ്ഥിരമായിട്ട് ക്രമീകരിക്കുന്നു. അതേതാണ്? അത് നമ്മുടെ പോളി ഹൗസ് ആണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവേ. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ.
അടുത്ത ക്വസ്റ്റ്യൻ. രണ്ട് ജീവികളുടെ വർഗീകരണ തലങ്ങൾ തന്നിരിക്കുന്നു. രണ്ട് ജീവികളുടെ എന്താ തന്നിരിക്കുന്നത്? വർഗീകരണ തലങ്ങളാണ്. പൂച്ചയും അതേപോലെ മനുഷ്യൻ്റെയുമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഇല്ലാത്തത് എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? പൂരിപ്പിച്ച് കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എയുടെ ഭാഗത്ത് ഇവിടെ വരുന്നത് ഫെലിഡയാണ് കേട്ടോ. ഫെലിഡേ. നെക്സ്റ്റ് അടുത്ത് സ്പീഷ്യസ്. അത് ഇവിടെ ബിയുടെ ഭാഗത്ത് കേട്ടോ. ബിയുടെ ഭാഗത്ത് വരുന്നത് ഡൊമസ്റ്റിക്കസ് ആണ് കേട്ടോ. ഓക്കെ. ഇനി സിയുടെ ഭാഗത്ത് ഏതാ വരുന്നത്? അനിമേലിയാണ് കേട്ടോ. അനിമേലിയ. ഓക്കെ. ഡിയുടെ ഭാഗത്ത് ഏതാ വരുന്ന? മമേലിയാണ് കേട്ടോ. മമേലിയ. ഓക്കെ. ഇനി ഇയുടെ ഭാഗത്ത് ഏതാ വരുന്നത്? പ്രിമേഴ്സ് ആണ് കേട്ടോ. ഇനി അടുത്തത് എഫ് അല്ലേ. എഫിൻ്റെ ഭാഗത്ത് ഏതാണ്? ഹോമോ ആണ് കേട്ടോ. ഹോമോ. നെക്സ്റ്റ് അടുത്തത് 16ാമത്തെ ക്വസ്റ്റിനോട്ട് പോവേ. 16ാമത്തെ ക്വസ്റ്റിൻ എന്താ പറഞ്ഞേക്കുന്നത്? 6 കിങ്ഡം വർഗീകരണ തലവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. മൊനീറ എന്ന കിങ്ഡത്തെ വിഭജിച്ച് ആർക്കിയ, ബാക്ടീരിയ എന്നീ 2 കിങ്ഡങ്ങളാക്കിയതിൻ്റെ ആവശ്യകത എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മൊനീറ കിങ്ഡത്തിൽ ഉൾപ്പെടുന്ന ആർക്കി ബാക്ടീരിയ എന്ന വിഭാഗം കോശഘടനയിലും ജീവധർമ്മങ്ങളിലും മറ്റു ബാക്ടീരിയ നിന്നെന്താണ്? വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഇവയെ എന്ത് ചെയ്തേക്കുന്നത്? വർഗീകരിച്ച് രണ്ടാക്കിയേക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. മൊനീറ കിങ്ഡത്തിൽ ഉൾപ്പെടുന്ന ഏതാണ് ബാക്ടീരിയ? ആർക്കിയ എന്ന ബാക്ടീരിയ. ഇവ എന്താണ് പ്രത്യേകത? കോശഘടനയിലും ജീവധർമ്മങ്ങളിലും മറ്റു ബാക്ടീരിയകളിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തേക്കുന്നത്? ഇവരെ രണ്ടാക്കി വിഭജിച്ചിരിക്കുന്നത്. അടുത്ത നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഡൊമൈനൻ യൂക്കാരിയയിൽ വരുന്ന കിങ്ഡങ്ങൾ ഏതൊക്കെയാണ്? ഡൊമൈൻ യൂക്കാരിയയിൽ വരുന്ന കിങ്ഡങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയോ? ഞാൻ ഇവിടെ എഴുതിയിടാം കേട്ടോ. പ്രോട്ടിസ്റ്റ് ആണ് ഫസ്റ്റ് വേണം കേട്ടോ. പ്രോട്ടിസ്റ്റ് ഉണ്ട്, ഫംജ ഉണ്ട് കേട്ടോ. അടുത്തത് പ്ലാന്റ്, അനിമേലിയ ആണ് കേട്ടോ. നെക്സ്റ്റ് അടുത്തത് അനിമേലിയ. അടുത്ത 13ാമത്തെ ക്വസ്റ്റിനോട്ട് പോവേ. 13ാമത്തെ ക്വസ്റ്റ്യൻ എന്താ കൊടുത്തേക്കുന്നത്? ജീവാണുവളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ജീവാണുവളം മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മജീവികൾ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളാണ് അല്ലേ. അപ്പോൾ എന്താ ജീവാണുവളം? നമ്മുടെ മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പദാർത്ഥത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സൂക്ഷ്മജീവികൾ അടങ്ങിയ പദാർത്ഥമാണ് ജീവാണുവളം എന്ന് പറയുന്നത്. മെച്ചപ്പെട്ട വിളവിന് ജീവാണുവളം കാരണമാകുന്നത് എങ്ങനെ? അപ്പം ജൈവവസ്തുക്കളെ എന്ത് ചെയ്യുന്നു? ജീവാണുക്കൾ വിഘടിച്ച് മണ്ണിലെ സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങളുടെ അളവ് കൂട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ജൈവവസ്തുക്കൾ എന്ത് ചെയ്യുന്നു? ജീവാണുക്കൾ വിഘടിപ്പിക്കുന്നു. മണ്ണിലുള്ള ജൈവവസ്തുക്കളെ ജീവാണുക്കൾ ഇതിൻ്റെ അകത്തേക്ക് നിന്ന് വിഘടിപ്പിച്ചിട്ട് സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങളുടെ അളവ് എന്ത് ചെയ്യുന്നു? ഇവർ കൂട്ടുകയാണ് ചെയ്യുന്നത്. ജീവാണുവളം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ എന്തൊക്കെ? മണ്ണിലെ ജലാംശം കൂടുതലുണ്ടായിരിക്കണം കേട്ടോ. പിന്നെ അടുത്തത് എന്താണ്? മണ്ണിൽ ജൈവവളങ്ങൾ ചേർത്തിരിക്കണം. ജൈവവളങ്ങൾ ചേർത്താൽ മാത്രമേ ഈ ജീവാണുവളം ചേർത്തിട്ട് കാര്യമുള്ളൂ. കാരണം എന്താണ്? ഈ ജൈവവളം ചേർത്ത് കഴിയുമ്പോൾ ഈ ജൈവവളത്തിലുള്ള വസ്തുക്കൾ എന്ത് ചെയ്യുന്നു? ജീവാണുക്കളെ വിഘടിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ജീവാണുവളം അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ ജൈവവളത്തിലുള്ള ജീവാണുക്കൾ എന്ത് ചെയ്യുന്നു? വിഘടിച്ചിട്ടാണ് മണ്ണിന് സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എഴുതുന്ന ജലാംശം എന്താണ്? ജലാംശം ഉണ്ടാവണം കേട്ടോ. ഫസ്റ്റ് എന്താണ്? ജലാംശം ഉണ്ടാവണം. ജലാംശം വേണം. അതേപോലെ എന്താണ്? രാസവളവും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. അതും എഴുതാം. രാസവളവും കീടനാശിനിയും ഉപയോഗിക്കരുത്. കീടനാശിനി ഉപയോഗിക്കരുത് കേട്ടോ. രാസവളവും കീടനാശിനിയും ഉപയോഗിക്കരുത് കേട്ടോ. ഓക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ അല്ലേ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പം എന്ത് ചെയ്യുക? ഇതിൻ്റെ ആൻസർ കീ ഞാൻ ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾ അതും കൂടെ നോക്കിയിട്ട് ആൻസർ എഴുതുമ്പോൾ ജസ്റ്റ് അതും കൂടെ ശ്രദ്ധിച്ചിട്ട് ആൻസർ എഴുതുക കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. ഓക്കെ.